എന്നാ കിടക്കാനാ എന്തൊരു ചൂട്ട അതെ അവിടെ കിടന്നിരുന്ന ചെരുപ്പെടുത്തിട്ടതാടി അതാണ് ഈ കൊള്ളണൂല്ലേ എന്റെ ചെരുപ്പിൽ എന്നെ കൂരി കളഞ്ഞിട്ട് പോകല് എന്താന്നറിയില്ല മൊബൈൽ ഇല്ലാത്ത വേറെ ആരും സഹിക്കേ ഇതാണ് സംഗീതയുടെ അമ്മ. അതെ ചോദിച്ചില്ലെങ്കിൽ ഞാൻ എല്ലാം പറയും. എന്റെ ഒരു ശീലമാണ്. ഞങ്ങളുടെ തറവാട്ടുകാരായിട്ട് ഭയങ്കര രസിക്കാരാ. ഇതൊക്കെ പുതിയ ഡ്രസ്സുകളാണ് കേട്ടോ. ഇതൊക്കെ 3000 രൂപയാണ് വില. ഷോർട്ടിലുണ്ടാ 350 സ്റ്റിക്കർ ഒന്നെടുത്ത് മാറ്റും. അത് ആരെടുത്ത് മോൾക്ക് ഈ സംഗീതത്തിന്റെ കഴിവ് ആരുടെ കഴിവാണ് മോൾക്ക് കിട്ടിയിട്ടുള്ളത്? സത്യം പറഞ്ഞാൽ ഇത് ഇവൾക്ക് ഇപ്പൊ കിട്ടിയ കഴിവല്ല. ഞാൻ പ്രസവിച്ച് 2 മാസം കഴിഞ്ഞ് കുറച്ചേരം നോക്കിയപ്പോ എന്റെ കുഞ്ഞിനെ കാണുന്നില്ല. എല്ലാവരും തിരഞ്ഞു നോക്കിയപ്പോ എന്താ അവള് സിംഗപ്പൂർ പോയി നീന്തി തുടിച്ച് പാട്ട് പാടുന്നു. സ്വിമ്മിംഗ് പൂളാണ് ഉദ്ദേശിച്ചത്. സ്വിമ്മിംഗ് പൂളാട്ടോ. സിംഗപ്പൂർ എന്താ സ്വിമ്മിംഗ് പൂൾ ഇല്ലേ? മിണ്ടാതിരി അവിടെ. പിന്നെ ഞാൻ എന്റെ മോളെ പിന്നെ ഞാൻ എന്റെ മോളെ ഭയങ്കര ഓർഫനേജ് ആയിട്ടാ വളർത്തിയത്. യുനോ ഓർഫനേജ് എന്ന് പറഞ്ഞ അനാഥാലയമാണ് തള്ളേ. അതൊക്കെ എനിക്കറിയാം. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഈ ഭയങ്കര ലാളിത്യമായി വളർത്തില്ലേ മോളെ, അതാണ് ഉദ്ദേശിച്ചത്. മലയാളം മതി കേട്ടോ. അതെന്താ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടെ? നിങ്ങൾ ഇത്രയും വലിയ ചാനൽ കയറില്ലേ? അല്ല ഇംഗ്ലീഷ് അറിയാന്നുള്ളോണ്ടാ പറഞ്ഞു. ആണോ? ഇനി നമുക്ക് പപ്പയെ വിളിക്കാം കേട്ടോ. കപ്പയൊക്കെ പാടത്തില്ലേ? ഡാഡിനെ വിളിക്കാൻ. ഓ ഡാഡി, യു കോൾ മീ ഡാഡി, യു നോ.